മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്താ പ്രശ്നം. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയായി തന്നെ UDF മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയവും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ഘടകകക്ഷികളും ജനങ്ങൾക്ക് മനസ്സിലായതല്ലേ. BJPക്ക് ഇപ്പം എന്നെ പ്രശ്നം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്നാ. VD സതീശൻ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന VD സതീശൻ പള്ളിയിലും പോവും, എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുമായിട്ട് സംസാരിക്കും. അത് അദ്ദേഹം ഒരു മതേതരവാദി ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. ആ രാഷ്ട്രീയം BJPക്കാർക്ക് മനസ്സിലാകാത്തത് അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഇനി ഭൂരിപക്ഷം പാർലമെൻ്ററി പാർട്ടിയിലില്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ വിജയ് ചെന്നപ്പോൾ 4 വട്ടം മടക്കി അഴിച്ചില്ലേ ആർലേക്കർ, അതുപോലെ VD സതീശനോട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക, 102 പേരുടെ പിന്തുണയുമായിട്ടാണ് ചെന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ RSSകാരനായിട്ടുള്ള ആർലേക്കറോട് ചോദിച്ചാൽ മതി പാർലമെൻ്ററി പാർട്ടിയിൽ VD സതീശന് പിന്തുണയുണ്ടോ എന്ന്. ഇനി 2, സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചു. സമുദായ നേതാക്കന്മാർ മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചാൽ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടാവും. മര്യാദകേടും വർഗീയതയും പറഞ്ഞാൽ തിരിച്ചു കിട്ടും. പിന്നെ ഇടുക്കിയിൽ ഇന്ന് വിളിച്ചതുപോലെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ മാതൃകാപരമായ നടപടി മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലൊരു നടപടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു BJP ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇതിനിടയിൽ കാണുന്നത്. ജിൻഡോ തുടരാം. നിങ്ങൾ പറയുന്ന അതെ, ഈ BJPക്കാർ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ, മുസ്ലിം ലീഗിൻ്റെ, പിന്നെ ഇവർ ആരോപിക്കുന്ന മറ്റാരുടെയൊക്കെ പിന്തുണയുള്ളത് എന്ന് അവകാശപ്പെടുന്ന, ഇവർ ആക്ഷേപിക്കുന്ന VD സതീശൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വരുന്ന കണ്ടാൽ മതി. ഒരു യഥാർത്ഥ ഹിന്ദു, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു, ദൈവവിചാരമുള്ള ഒരു ഹിന്ദു, മറ്റു മനുഷ്യർക്ക് നന്മയുണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ പാലിക്കേണ്ട മാന്യതയും പക്വതയും പുലർത്തിയില്ലെങ്കിൽ തിരിച്ചും കിട്ടും. അപ്പോൾ തിരിച്ച് മറുപടി പറയുന്നതിൽ മോശപ്പെട്ട പദപ്രയോഗങ്ങളുണ്ടെങ്കിൽ സംഘടനാപരമായി UDFനകത്ത് കക്ഷികൾ, ഏതൊക്കെ കക്ഷികളാണ് ബാധിക്കപ്പെടുന്നത് അവർ നടപടിയെടുക്കും. ഇടുക്കിയിൽ നിന്ന് കണ്ട മാതൃക നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. പിന്നെ മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പറഞ്ഞു എന്ന് ആ പ്രസംഗം മൊത്തം കേൾക്കണം. നിങ്ങൾ വഖഫ് അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ അതുപോലെ ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം മാനദണ്ഡമാക്കി നിയമങ്ങൾ കൊണ്ടുവരുന്ന കാലത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുന്നതാണ്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ച കാര്യമല്ല. ഈ KM ഷാജി പറഞ്ഞത് ഒരു വർഗീയ പ്രസംഗമല്ല. KM ഷാജി അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വ ബോധത്തിൽ നിന്നൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിലുള്ള മനുഷ്യരെ വേട്ടയാടണമെന്നും അവരുടെ താലിച്ചരട് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനവന്റെ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് വർഗീയവാദം. അവനവന്റെ മത സ്വത്വബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ക്രൈസ്തവരെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടല്ലോ, അതെന്റെ രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത് പോലെ തന്നെ എൻ്റെ മതപരമായ വിശ്വാസ ബോധ്യം കൂടിയാണ്. അതിനുള്ള കപ്പം നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അപ്പൊ KM ഷാജി പറഞ്ഞ കാര്യത്തെ മിസ്കോട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് ഒരു കാര്യം, നിങ്ങൾ പറയുന്നു മുസ്ലിം 10 വർഷക്കാലം മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരത്തിന് വേണ്ടിയാണ് എന്ന് KM ഷാജി പറഞ്ഞു. തീർച്ചയായിട്ടും അതെ. 10 വർഷക്കാലത്തെ RSS വൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു മോചനം കിട്ടണമെന്ന് KM ഷാജി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നേ. ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ കുൽസിതമായിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷമല്ലേ UDFനെ തെരഞ്ഞെടുത്തത്. കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും മാത്രമല്ലല്ലോ UDFന് വോട്ട് ചെയ്തത്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമുണ്ട്, എല്ലാ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട്, മൈനോറിറ്റീസിന്റെ അങ്ങേയറ്റത്തെ മൈനോറിറ്റി എന്നുള്ള MLA-മാർ വരെയുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകാത്തതേ നിങ്ങൾ എല്ലാത്തിനെയും വർഗീയതയുടെയും മതത്തിന്റെയും മാത്രം ആ കള്ളികളിൽ ഒതുക്കി കാണുന്നത് കൊണ്ടാണ്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് BJP എവിടെയും പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ പറയില്ല. എന്താ പറയാത്തതെന്നറിയോ? രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിൽ അഴിമതി നടത്തി രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ മേൽക്കൂരയിൽ അഴിമതി നടത്തിയ ആളുകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്ന പറയുന്നത്? ഈ രാജ്യത്ത് പെട്രോളിയം നികുതിക്കൊള്ള, ഗ്യാസ് കിട്ടാതെ വരുന്ന വിലക്കയറ്റം ഉണ്ടാകുന്നത്, രൂക്ഷമായ തൊഴിലില്ലായ്മ, ഇത് ഹിന്ദുക്കളെയും ബാധിക്കുന്ന
അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ബാധിക്കുന്ന മനുഷ്യരുടെ മതം നോക്കി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആകെ ഭരിക്കുന്നത് അദാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ടാ, മോദിക്കും ഈ പറഞ്ഞ നിങ്ങളുടെ അതുപോലുള്ള BJPയുടെ ഉന്നത നേതാക്കന്മാർക്കും വേണ്ടിയിട്ടാ. അതിനപ്പുറത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള BJPക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭരിക്കുന്നതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള BJPക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഗ്യാസിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ല എന്നുള്ള ആ വല്ലാത്ത ഔദാര്യം ഞങ്ങളോട് കാണിക്കണ്ട. ഇനി അടുത്തത് മുസ്ലിം ലീഗ് ഒരു മത പാർട്ടി അല്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. മൈനോറിറ്റി സ്വത്വബോധത്തിലുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാ. അതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ ജയന്തിയെ കൊണ്ടുപോയി മത്സരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചത്. നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കിയത് തെറ്റിദ്ധാരണയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കി പോയപ്പോ നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞ ദ്വിരാഷ്ട്രവാദത്തിന്റെ പിൻപറ്റിക്കൊണ്ട് ജിന്ന പോയപ്പോ ഈ രാജ്യത്തിന്റെ മതേതര സ്വത്വബോധത്തിൽ നിന്ന് ഈ രാജ്യത്തിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യരാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ചരിത്രം പരിശോധിച്ചാൽ മതി. വാട്സാപ്പിൽ വരുന്ന സമയപരിമിതി മൂലമാണ് ഞാൻ ഒന്നിടപെടുന്നു ജിൻഡോ. ഒരു കാര്യം ഒരു ഇടവേള കൂടി നമുക്ക് വേണം. ഒരു കാര്യം കേരളത്തിലെ